ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. ജൂൺ മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 5500, 6000 ആ ഒരു പ്രൈസ് റേഞ്ച് മുതൽ 1,00,000 മുകളിൽ വരെയുള്ള ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. എനിവേ, നമ്മൾ ഇതുപോലുള്ള വീഡിയോസ്, അതേപോലെ റിവ്യൂസ്, അപ്കമിങ് ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ, ഒരുപാട് ടെക് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറുണ്ട്. സോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ജൂൺ മാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഫോണാണ് OnePlusന്റെ Nord 4 എന്ന് പറയുന്ന ഫോൺ. കാരണം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ F6ഉം റിയൽമി GT60യും ഓൾറെഡി മെയ് മാസത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണുകൾക്ക് നല്ല കട്ട കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിലായിരിക്കും ഈ ഒരു OnePlus Nord 4 എന്ന് പറയുന്ന ഫോൺ ഇറങ്ങാനായിട്ട് പോകുന്നത്. റിയൽമി GT60യിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രോസസ്സർ, സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റാണ് ഈ ഒരു Nord 4ലും വരാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലും ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ ആൻറ്റുടു സ്കോർ നമുക്ക് കിട്ടും. സോ പെർഫോമൻസ് തന്നെയായിരിക്കും ഇവിടെയും പോകുന്നത്. ഇനി OnePlus Nord 4ന്റെ സ്പെക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 7+ Gen 3 ചിപ്സെറ്റിന് പുറമെ 6.7 ഇഞ്ച് വരുന്ന ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ, അവിടെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ്, ഡോൾബി വിഷന്റെ സപ്പോർട്ട്, HDR10+ന്റെ സപ്പോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ സൈഡിൽ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. 5500 mAh ബാറ്ററിക്ക് 120 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ UFS 4.0ന്റെ സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും. 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ അടങ്ങിയിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും, അതുകൂടാതെ 32 അല്ലെങ്കിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ഷൂട്ടറും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 30,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം Nord 3 ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ ഏകദേശം 32,999 തന്നെ ആയിരിക്കും ഈ വർഷം Nord 4ഉം ഇറങ്ങാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നല്ല കട്ട കോമ്പറ്റീഷനാണ് കേട്ടോ. പോക്കോ F6, റിയൽമി GT60, അതേപോലെ ഈ OnePlusന്റെ Nord 4. ഇത് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് വളരെ ചുരുക്കം ടൈമിലാണ്. എല്ലാ ഫോണുകളും ഒരേ പെർഫോമൻസ് തരുമ്പോൾ ശരിക്കും വാങ്ങുന്ന ആളുകൾ, നമ്മളാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ട് പോകുന്നത്. ജൂൺ 6-ാം തീയതി വിവോ X Fold 3 Pro എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യ അടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് കൺഫേംഡ് ആണ് കേട്ടോ, കാരണം ഇതിന്റെ ടീസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി വിവോ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ടോപ്പ് നോച്ച് തന്നെ വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടുള്ള 8 Gen 3 ആണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ഫൺ ടച്ച് OS 14 ആണ്. അതുകൂടാതെ ഈ ഒരു OS ഗൂഗിൾ ജെമിനി AI ഡയറക്ട്ലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 64 മെഗാപിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസ്, 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ. ഇതിൽ നമുക്ക് 8K വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 32 മെഗാപിക്സലിന്റെ സെൽഫി ഷൂട്ടർ, 5700 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതിന് നമുക്ക് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വയർലെസ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഇത് ഇങ്ങനെ മടക്കി വെച്ചാൽ കിട്ടുന്ന തിക്നെസ് എന്ന് പറയുന്നത് 11.2 mm മാത്രമായിരിക്കും. ഇനി നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5.3 mm മാത്രമായിരിക്കും. സോ മൊത്തത്തിലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് വിവോ X Fold 3 Pro എന്ന് പറയുന്ന ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസും എക്സ്പെക്ട് ചെയ്യുന്നത് 1,00,000 രൂപയ്ക്ക് മുകളിലാണ്. OnePlusന്റെ സൈഡിൽ നിന്ന് OnePlus Nord CE 4 Lite എന്ന് പറയുന്ന ഒരു ഫോൺ 20,000 രൂപയ്ക്ക് താഴെ തന്നെ ഈ ഒരു ജൂൺ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 6000 mAh ബാറ്ററി, 6.7 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ, അങ്ങനെ മൊത്തത്തിലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു OnePlus ഫോണായിരിക്കും ഇത്. ഇതിൻ്റെ പ്രൈസും എക്സ്പെക്ട് ചെയ്യുന്നത് 20,000 രൂപയ്ക്ക് താഴെ തന്നെയാണ്. കാരണം OnePlus Nord CE 3 Lite എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല സക്സസ് ആയിരുന്നു. സോ അതിൻ്റെ സക്സസർ പോലെ തന്നെ ആയിരിക്കും ഇത് വരാനുള്ള ഒരു ചാൻസ്. എന്തായാലും OnePlus Nord 4ഉം അതേപോലെ ഈ ഒരു CE Lite എന്ന് പറയുന്ന ഈ ഒരു ഫോണൊക്കെ ഒരുമിച്ചായിരിക്കും ലോഞ്ച് ഉണ്ടാവുക. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള X50 Ultra അല്ലെങ്കിൽ മോട്ടറോള Edge 50 Ultra എന്ന് പേരിട്ടിരിക്കുന്ന അവരുടെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള, ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല, ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ്. ഇതും ഈ പറയുന്ന പോലെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഫോണാണ്. ഏകദേശം 50,000-55,000 രൂപ ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 3 ആണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, ഏകദേശം 4500 mAh ബാറ്ററി, 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വരുന്ന ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. എന്തായാലും അടുത്ത മാസം ഇന്ത്യയിലോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ മോട്ടറോള G04S എന്ന് പറയുന്ന ഏകദേശം 8,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ഫോണും
ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. യൂണിസോക്കിൻ്റെ T606 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 6.5 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ, 60 ഹെർട്സോ അല്ലെങ്കിൽ 90 ഹെർട്സോ ഒക്കെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ മോട്ടറോളയുടെ ഫോൺ ഈ ഒരു മാസം, അതായത് ജൂൺ മാസത്തിൽ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഈ ഫോണുകളെല്ലാം കൂടാതെ മെയ് മാസം അവസാനം റിലീസ് ചെയ്ത സാംസങ് ഗാലക്സി F55 ആ ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ട് വരുന്ന ഫോണിൻ്റെയും അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള നാർസോ N65 എന്ന് പറയുന്ന ഫോണിൻ്റെയും സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ മാസത്തിൽ തന്നെയാണ്. പിന്നെ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെ സൈഡിൽ നിന്ന് F27 Pro, IQൻ്റെ സൈഡിൽ നിന്ന് IQ-Z9 ടർബോ എന്ന് പറയുന്ന ഫോൺ, ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഹോണർ 8XB എന്ന് പറയുന്ന ഫോൺ, ലാവ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് ലാവ യുവ 5G എന്ന് പറയുന്ന ഫോൺ, ഇതൊക്കെ ഈ ഒരു മാസത്തിൽ ജൂൺ മാസത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫോണുകളാണ്. സോ ഒരുപാട് നല്ല ഫോണുകൾ, ഏകദേശം 10-12ഓളം ഫോണുകൾ ജൂൺ മാസത്തിൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനും ഒരു മടിയും കാണിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.